ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ എൻ്റെ സർവേ സീരീസ് സ്റ്റാർട്ടാക്കാൻ പോവാണ്. ക്രിയേറ്റ് നോക്കിയിട്ട് വെയിറ്റ് ചെയ്യണം നമുക്ക്. ഓക്കെ, നമ്മളെ വേൾഡിൽ ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ വുഡ് കളക്ട് ചെയ്യാം. വുഡ് കളക്ട് ചെയ്ത് നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് ആവണം. വരെ നമ്മൾ ഏതൊരു ബീച്ച് ഫോറസ്റ്റ് എന്ന സ്ഥലത്താണ്. നമുക്കിത് ഇവിടെ നിന്ന് വല്ല വില്ലേജ് വല്ലതും കണ്ടുപിടിക്കാം. നമുക്ക് ആവശ്യമായിട്ട് വുഡായിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ മെയിൻ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു ചെറുതായിട്ടൊരു അണ്ടർഗ്രൗണ്ട് ബേസ് പോലത്തെ ഉണ്ടാക്കാനാണ്. ഞാൻ ആദ്യം സ്റ്റോൺ ടൂൾസിലേക്ക് മാറിയിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നടന്നപ്പോൾ ഒരു ഷീപ്പ് ഉണ്ടായിരുന്നത് ഇവിടെ, അതിനെ കാണാൻ അതായത് ഇവിടെ ഉണ്ട്. നമ്മുടെ മെയിൻ ടാസ്ക് എന്തൊക്കെ വെച്ചാൽ ഒരു വില്ലേജ് കണ്ടുപിടിക്കുക, പിന്നെ അവിടെ ഒരു സ്റ്റാർട്ടർ ബേസ് പോലത്തെ ഒരു ബേസ് വെക്കുകയാണ്. അതാണ് നമ്മുടെ മെയിൻ. വല്ലതും കണ്ടുപിടിച്ചെങ്കിൽ ഞാൻ അപ്പോൾ കാണിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ബെഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ ദിവസം ഒരു അണ്ടർഗ്രൗണ്ടിലെല്ലാം ബേസ് സെറ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ മെയിൻ ലക്ഷ്യം ഒരു വില്ലേജ് കണ്ടുപിടിക്കണമാണ്. അത് നടന്നില്ലെങ്കിൽ നമുക്കൊരു അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കാം. ഇതൊരു ഐലൻഡാണ്. നമുക്കിത് ഇവിടെ നിന്ന് ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത്തിരി വുഡ് കളക്ട് ചെയ്തിട്ട് ഈ വുഡിൻ്റെ സാപ്ലിങ് കിടക്കണം. ഈ വുഡിൻ്റെ സാപ്ലിങ് 4 വേണം, എന്നാലേ നമുക്കൊരു വുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ഇലകളൊന്ന് നോക്കാം. എൻ്റെ ടൂൾ ബ്രോക്കനായിപ്പോയി. നമുക്കാണെങ്കിൽ ഒന്നൊന്നും കിട്ടിയില്ല. നമുക്ക് ഇനി അയക്കണം. നമുക്ക് പിന്നെ ഒന്ന് എടുക്കാം. അത് നമുക്കാദ്യം വില്ലേജ് എല്ലാം ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. പിന്നെ അവിടെ ഒരു ഷുഗർ കെയിൻ ഉണ്ട്, അതെടുത്തിട്ട് നമുക്ക് പോകാം. ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് ഇത് ഇവിടെ വല്ലതും കാണാമെന്നിരിക്കില്ല. നമുക്ക് ആ ഡയറക്ഷൻ പോവാം, അല്ലെങ്കിൽ ആ ഡയറക്ഷൻ പോവാം. അവിടെ ഒരു ഐലൻഡ് ഉണ്ട്, അവിടെ പോയിട്ട് വല്ല വില്ലേജ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഗൈസ്, ഇതൊരു ഐലൻഡ് അല്ല, ഇതൊരു ഷിപ്പ്റൊക്കെയായിരുന്നു. ഞാനതിനെ കയറി ഐലൻഡ് എന്ന് വിളിച്ച്. ഐലൻഡ് ഒരു സ്ഥലം കയറി വിളിച്ച്. ജസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എമറാൾഡ് കിട്ടി, അയൺ കിട്ടി, ട്രിം കിട്ടി, പിന്നെ നഗറ്റ്സ് കിട്ടി, ഗോൾഡും കിട്ടി, പിന്നെ 2 നഗറ്റ്സും ശ്വാസം മുട്ടിമരിച്ചാനെ. ഇതിൻ്റെ ഉള്ളിൽ വേറെ ടെസ്റ്റും കൂടി കാണണം. നമുക്ക് നോക്കണ്ട, ചത്ത എല്ലാ ഐറ്റംസും പോവും. നമുക്ക് ഇനി വേറെ സ്ഥലത്തേക്ക് പോകുന്നത് ഇവിടെ നിന്ന്. ഞാനിതൊരു ഐലൻഡാണെന്ന് വിചാരിച്ചു വന്ന്, പക്ഷേ ഇതൊരു ഐലൻഡ് അല്ല. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഏതെങ്കിലും മോബിനെ തന്നെ ബാക്കിൽ ഇരുത്താൻ, അല്ലെങ്കിൽ വല്ല ടെസ്റ്റ് എല്ലാം വെച്ച് ഒരു ബോട്ട് എടുക്കാൻ, അല്ലെങ്കിൽ ഡ്രൗണും എല്ലാം കയറി എന്നെ അറ്റാക്ക് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് പോകാം. വല്ല ഐലൻഡും എല്ലാം കിട്ടുവാണെങ്കിൽ അപ്പോൾ കാണിക്കാം. ഇപ്പോൾ ഒരു ഐലൻഡ് കിട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞു തരുന്നില്ല, അപ്പം തന്നെ ഒരു ഐലൻഡ് കിട്ടി. ഈ ഐലൻഡിൽ വല്ല വില്ലേജ് എല്ലാം ഉണ്ടോ നോക്കാം, അപ്പോൾ കാണിക്കാം. ഗായ്സ്, ഞാൻ പറ്റിക്കപ്പെട്ടു. ഇവിടെ ഈ വലിയ സ്ഥലത്തെ ഒരു വില്ലേജ് ഇല്ല. നമുക്ക് പിന്നെയും ബോട്ട് എടുത്ത് വേറെ സ്ഥലം കണ്ടുപിടിക്കേണ്ടതായിരുന്നു തോന്നുന്നു. യെസ്, നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകണ്ട. ഒരു ഡെസേർട്ട് ടെമ്പിൾ വല്ലതും മതിയായിരുന്നു എനിക്ക്. ഡെസേർട്ട് ടെമ്പിൾ അല്ല, ഒരു വില്ലേജ് എല്ലാം മതിയായിരുന്നു.
പക്ഷെ അതിവിടെ ഒരു വില്ലേജും ഇല്ല ഗൈസ്. ഞാൻ അടുത്ത ഐലൻഡ് കണ്ടുപിടിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാനൊരു ഐലൻഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. അതിവിടെ സ്പ്രൂസ് ഉണ്ട്. ഇവിടെ വില്ലേജ് എല്ലാം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. വില്ലേജ് അങ്ങനെ കാണാനില്ല ഗൈസ്. അല്ലെങ്കിൽ എപ്പോഴും കാണുന്നതാണ്, ഇതിപ്പോൾ കാണാനില്ല. നമുക്ക് സീഡ് ബെറീസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് പ്ലാൻ ചെയ്തിട്ട് അല്ലാതെ ഫാം ചെയ്ത് യൂസ് ചെയ്യാം. നമുക്ക് വില്ലേജ് നമ്മൾ സ്നോയി ടൈഗർ ബയോം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ഉണ്ടാകുന്ന നോക്കാം. ഇവിടെ റൂയിൻ പോർട്ടലുണ്ട്, അത് നമുക്ക് നോക്കാം. വലിയതാണിത്. ഒന്നാം ബ്ലോക്ക് എന്നാ ഇവിടെ ചെസ്റ്റ് ഇല്ലേ? ഭയങ്കര വലുതാണ്. നമുക്ക് ആ ഗോൾഡ് വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ കയ്യിൽ ഞാൻ നേരത്തെ ഷിപ്പിലൊക്കെ നിന്ന് കിട്ടിയ ആ ഗോൾഡല്ല അയൺ ഉണ്ടായിരുന്നു. ആ അയൺ വെച്ച് ഞാനൊരു ഷീൽഡും ഒരു പിക്കേഴ്സും ഉണ്ടാക്കിയിരുന്നു. ഇനി ഇത്തിരി അയണും ലെഫ്റ്റ് ഉണ്ട് ഗൈസ്. ഞാനൊരു പിങ്ക് ഷീപ്പിനെ കണ്ടുപിടിച്ചു. ഇത് ഭയങ്കര റയറാണിത്. എന്നെ വിട്ടിട്ട് പോണോ? ഇപ്പോഴത്തേക്ക് ഞാൻ എന്നെ വിട്ടിട്ട് പോകണം. പക്ഷെ ഇത് ഭയങ്കര റയറാണിത്. ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര റയറായതുകൊണ്ട് എനിക്ക് ഇതിവിടെ അത് വില്ലേജ് ഉണ്ടെങ്കിൽ ഇരുന്ന് ട്രാപ്പ് ചെയ്തിട്ടായിരുന്നു. ഇതിവിടെ വില്ലേജില്ല. നൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ കിടന്ന് തുടങ്ങട്ടെ. ലീഫിന് വേണ്ടി ബെഡ് വെക്കാൻ പറ്റില്ല. ഞാൻ ഈ ഗോൾഡ് ബ്ലോക്ക് എടുത്തിട്ട് നേരെ വില്ലേജ് വല്ലതും ഉണ്ടെങ്കിൽ അപ്പം കാണിക്കാം. അപ്പം ഗൈസ് ഞാനൊരു വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് വില്ലേജ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഈ ടൈപ്പ് വീട് ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ഇത് ബ്രൂയിങ് ഏരിയ ആണ് ഉണ്ടത്, അതുകൊണ്ടായിരിക്കില്ല അതങ്ങനെ ഇരിക്കണേ. നമുക്ക് ഈ വീട് മൊത്തം ചെസ്റ്റൊക്കെ ലൂട്ട് ചെയ്യാം. ഞാൻ എന്തായാലും അത് ഇവിടെ തന്നെ ആയിരിക്കില്ല ബേസ് സെറ്റ് ചെയ്യാൻ പോകണം. ഇതിവിടെ ചെസ്റ്റ് ഉണ്ട്, ഇവിടെ സ്നോ, പിന്നെ ബ്രെഡ്, പൊട്ടാറ്റോ ഒക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ഒന്നും കാര്യമായിട്ടൊന്നും എടുക്കണില്ല, കാരണം ഞാൻ ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. സ്മോക്കറൊക്കെ ഉണ്ട്. അവിടെ വില്ലേജേഴ്സ് ഇവിടെ ഓക്കെ, അവിടെ വില്ലേജേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ വീടും കൂടി നോക്കാം. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. അത് ഇവിടെ കൂടി ഒന്ന് സ്പോൺ പോയിന്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. നമുക്കിത് ഇവിടെ ഒരു വീട് വെച്ചാലോ? ഇത് നല്ല സ്ഥലമായിരിക്കുമല്ലോ. നമുക്കിത് ഈ സ്ഥലത്ത് വെക്കാം. എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു അണ്ടർഗ്രൗണ്ട് ബേസാണ്. ഇതിവിടെ അല്ല കേവായിട്ട് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ വെക്കാം.
ആദ്യം തന്നെ ഈ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാനിവിടെ പ്ലാറ്റ്ഫോം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സാധനം ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബിൽഡ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ആദ്യം ഈ വിട്ടെടുത്തിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് ബേസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് ഒന്ന് ചെയ്യണം. എന്നിട്ട് ഇതും പൊട്ടിച്ചിട്ട് ഇതിവിടെ ഇതുപോലത്തെ ആക്കണം. എന്നിട്ട് ഇതുപോലത്തെ ഒറ്റവണ്ണം അത് ഹൈറ്റ് കൂട്ടിയിട്ട് വേണം. എന്നിട്ട് ഇതും പൊട്ടിച്ച് അതിൻ്റെ അടിയിലും പൊട്ടിക്കണം. എന്നിട്ടത് തിരിച്ചെടുക്കണം. ഇതുകൂടെ ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടി ചെയ്യണം. എവിടെ ഉണ്ടാകും മനുഷ്യണം. ഇനി എത്രണ്ണം കൂടെ ഇതിൻ്റെ മേളിൽ ചെയ്യണം. ഇതിൻ്റെ മേളിൽ ഒറ്റ ബ്ലോക്കും കൂടി വേണം. ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഈ ബ്ലോക്ക് മാറ്റിയിട്ട് മറ്റേ ഇത് വെക്കാം. വിട്ട് എന്നിട്ട് ഇത് അപ്പുറത്തെ സൈഡും ചെയ്യണം. ഈ ബ്ലോക്സ് ഒന്ന് എടുക്കണം. ഇത്രയും കൂടി കൊണ്ടുണ്ട് നോക്ക്. അതുപോലെ ഇത്തിരി സ്ട്രിപ്റ്റുമാണ്, അതുകൊണ്ട് അത് വെച്ച് ചെയ്യാം. ഇനി അത് ഇവിടെ വരത്. ഇനി അത് വരും. എന്നിട്ട് സ്ട്രിപ്റ്റ് എടുത്തിട്ട് കൂടി പോയി. എന്നിട്ട് ഇത് മാച്ച് ചെയ്ത് കളയണം. എന്നിട്ട് ഇതുപോലത്തെ ബാക്കിയും ചെയ്യണം. അത് നേരെ ഇത് വെച്ചിട്ട് കൂടി ഒന്ന് മാറ്റിയാട്ടെ. ഇതുപോലത്തെ ആയിരിക്കും എൻ്റെ വീട് ഞാൻ നോക്കണത്. ഇതിവിടെ ഒരു ഡോർ വെച്ചിട്ട് ഇതിവിടെയൊക്കെ ഗ്ലാസ് വെച്ചിട്ട് പിന്നെ ഈ ബാക്കിലും ഗ്ലാസ് വെക്കും. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് ബേസാണ് ഞാൻ ഉദ്ദേശിക്കണത്. ഇനി ഈ ബാക്കിയൊക്കെ സ്വിഫ്റ്റ് ഇട്ടിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ വീടുണ്ടാക്കിയിട്ടുണ്ട്. ഇതിവിടെ ഞാൻ ഗ്ലാസ് ഒക്കെ ഒന്ന് ചോദിച്ചാൽ, പക്ഷേ ഇതിവിടെ സാറ്റ് അങ്ങനെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലാങ്ക്സാണ് വെച്ചത്. ഈ ഡോറ് കയറിയിട്ട് ഇവിടെ ട്രാപ്പ് ഡോർ ഉണ്ട്. ഈ ട്രാപ്പ് ഡോറിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ചെറിയൊരു ബേസ് ആയിട്ട് ഇങ്ങനെ സെറ്റാകും. ഇത് നമ്മൾ വലുതാക്കണമായിരിക്കും. പണ്ട് എപ്പിസോഡിൽ നമ്മൾ വലുതാക്കും ഇതൊക്കെ. ഇത്രയൊക്കെയില്ല. ഇവിടെ ഒരു ബെഡ്, ക്രാഫ്റ്റിംഗ് ടേബിൾ, പിന്നെ 3 ഫർണസ് ഇതിങ്ങനെ വെച്ചാണ്. പിന്നെ ഒരു ചെസ്റ്റിൻ്റെ അടുത്ത് ഇത്ര സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെളിച്ചത്തേണ്ടി ലാൻഡേണും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.